ശാന്തശ്രീ ഓരോ ലീലാവതാരേ അഴകിനോട് സമാശ്വാസയന്തം വിതാന്തം ശിലാംബോധൗ ഭുജംഗാധിപശൈലേ യോഗനിദ്രാമുദാരാം നേരെ കൈക്കൊണ്ട് ലക്ഷ്മീ കുളിർമുല പുനരും പത്മനാഭം ഭജേത വിശ്വാതരുഷ്ടേ സാധിപ്പാനെ കൊണ്ട് നീല ജഗന്നാഥഭൂതനായ ചിദാനന്ദ സ്വരൂപനായ ഭക്തവത്സലനായിരിക്കുന്ന ശ്രീനാരായണന്റെ ശ്രീമൽപാദാര പുസ്തകങ്ങളെ കമലകർണികാമധ്യത്തിൽ അമ്മാറുപറ്റ് ദൂരഭക്തി പുരസരാമണ്ണം വാസിച്ചു കൊള്ളണം. ഇതെങ്ങനെയെന്നാൽ ഗുരുകാരുണ്യ ലക്ഷ്മി നിയോഗൽ എങ്കിലോ പണ്ട് സോമവംശാലങ്കാര ബുധന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ പാഞ്ചാലിയും ദൗമ്യമുഖരായിരിക്കുന്ന മഹർഷിമാരോടൊപ്പം 88,000 ബ്രാഹ്മണരോട് കൂടി വനവാസം ചെയ്യുന്ന ദിവസം ആ സാക്ഷാൽ ദുർവാസ മഹർഷി ആ പാണ്ഡവ സമയത്തെ പ്രാപിക്കുകയും ചെയ്തു. എന്ത് ഈ ദുർവാസ മഹർഷിക്ക് ഇപ്പൊ പാണ്ഡവ സമയത്തെ പ്രാപിക്കുന്നുണ്ടായത്? അങ്ങനെ ആകേണ്ടതെന്ന് വെച്ചാൽ ദുർവാസാവ് മഹർഷിക്കല്ല അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെയോ ആ രാജ്യഭാരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുര്യോധന മഹാരാജാവിന്റെ ആവശ്യപ്രകാരം ആ ദുർവാസ മഹർഷി ആ പാണ്ഡവ സമയത്തെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ആ ദുർവാസ മഹർഷി ആ പാണ്ഡവ സമയത്തെ പ്രാപിച്ചായിരിക്കുന്ന സമയത്തിങ്കൽ ആ പാഞ്ചാലിക്ക് ഉണ്ടായി വന്ന അവസ്ഥാവിശേഷങ്ങളാകട്ടെ തപ്പദാസാത്ര പുനഃതമേവ ശരണം മത്വാ ജഗന്നായകം ദുശ്വാസന ദൗത്യദൃഷ്ടകരുണാഗം ദേവതം. തപ്പദാസ ദുഃഖിതയായ പാഞ്ചാലി. എന്തേ പാഞ്ചാലിക്ക് ഇപ്പൊ ദുഃഖം വന്നേ? ആ പാണ്ഡവർക്ക് ആ ഭക്ഷണക്ഷാമം ഉണ്ടായ സമയത്തിങ്കൽ ആ സാക്ഷാൽ സൂര്യഭഗവാൻ അനുഗ്രഹിച്ച് ആ പാഞ്ചാലിക്ക് ഒരു പാത്രം കൊടുത്തിട്ടുണ്ടായി. അക്ഷയപാത്രം, ക്ഷയമില്ലാത്ത പാത്രം. എപ്പോൾ വരെ ക്ഷയമില്ല ആ പാത്രത്തിങ്കല് ആ എപ്പോഴാണോ പാഞ്ചാലി ഭക്ഷണം കഴിക്കുന്നത് ആ സമയത്തിങ്കൽ വരെ ആ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാവില്ല. ആ പാഞ്ചാലി എപ്പോഴാണ് ഭക്ഷണം കഴിച്ച് തീരുന്നത് അതുവരെ ആ പാത്രത്തിൽ ഭക്ഷണം വരും. അതിനുശേഷം ആ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാവില്ല. ഈ രഹസ്യം എങ്ങനെയോ മനസ്സിലാക്കുന്ന ആ ദുര്യോധന മഹാരാജാവ് ആ ഈ പാണ്ഡവരെ നശിപ്പിക്കണം എന്ന ആവശ്യത്തോടെ ആ സാക്ഷാൽ ദുർവാസ മഹർഷിയെ പോയി സന്ദർശിച്ചൂതും ചെയ്യും. അങ്ങനെ ആ സാക്ഷാൽ ദുർവാസ മഹർഷിയെ സന്ദർശിക്കുന്ന സമയത്തെങ്കിൽ ആ ദുര്യോധന മഹാരാജാവ് പറയും, അങ്ങ് ആ പാണ്ഡവ സമയത്തെ ഒന്ന് അനുഗ്രഹിക്കണം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ദുർവാസ മഹർഷിയുടെ അനുഗ്രഹത്തെ പറ്റി? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ ദുർവാസ മഹർഷി ആരെങ്കിലും അനുഗ്രഹിച്ചതായിട്ട്? ആ എനിക്ക് കേട്ടോളൂ. ആ വളരെ ബാല്യത്തിലാ കിട്ടിയത്, വളരെ ബാല്യത്തിൽ. ആ ഒരാളുണ്ട്, നല്ല കുന്തിദേവി. ആ കുന്തിഭോജന്റെ കൊട്ടാരത്തില് ആ കുന്തിദേവിയാ ഈ ദുർവാസ മഹർഷിയെ പരിചരിച്ചത് മുഴുവൻ. അങ്ങനെ ദുർവാസ മഹർഷിയുടെ പരിചരണത്തിൽ തൃപ്തനായ ആ ദുർവാസ മഹർഷി ആ കുന്തിദേവിയെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ ദുർവാസാവ് എന്താണ് അനുഗ്രഹിച്ചത്? ആ കുഞ്ഞെ, നീ ആര് ഭർത്താവായി വരണമെന്ന് ആഗ്രഹിച്ചാലും അവര് വന്നിരിക്കും. ആ യൗവനം തളരിട്ട് മുട്ടിട്ട് പൂവിട്ട് വരിക. അപ്പൊ ഇനി എന്താ വേണ്ടത്? ആഗ്രഹിക്കുന്ന ആള് ഭർത്താവായിട്ട് വരും. ഇത് മനസ്സിലാക്കിയ കുന്തിദേവി ഇത് അങ്ങോട്ട് പരീക്ഷിച്ചു. ആ കുന്തിദേവി ആ സൂര്യഭഗവാൻ ഭർത്താവായിട്ട് വരണമെന്ന് അങ്ങോട്ട് ആഗ്രഹിച്ചു, വലിച്ചു. പിന്നെ ആ കണ്ണീർ അങ്ങോട്ട് തോരാൻ വലിയ സങ്കടമായി. പിന്നെന്താ, ആ ദുർവാസ മഹർഷിക്ക് ഒരു ദിവസം നരകത്തെ സമീപിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ നരകത്തിൽ ചെന്ന്
ആ ദുർവാസ മഹർഷി ആ നരകം സന്ദർശിക്കുന്ന സമയത്തിങ്കിൽ ആ ദുർവാസ മഹർഷിയുടെ ശരീരത്തിൽ നിന്ന് ഭസ്മധൂളികൾ കാറ്റിൽ തട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന യോഗിന്മാരുടെയൊക്കെ ശരീരത്തിൽ നിന്ന് തട്ടി. ആ ദുർവാസ മഹർഷി ആടെ ശരീരത്തിൽ ഭസ്മധൂളികൾ തട്ടിയവർക്കൊക്കെ നരക മോക്ഷം കിട്ടി. സ്വർഗത്തിൽ ചെല്ലണമെന്നില്ല, നരകത്തിൽ ചെന്നാലും യോഗിന്മാരെ കാണാം. അങ്ങനെ ആ ഭസ്മധൂളിക്ക് തട്ടിയവർക്കൊക്കെ മോക്ഷം കിട്ടി. ഭസ്മ മോക്ഷം എഴുതുന്നതാണ്. ശിവനും ഭസ്മം ധരിക്കുന്ന, രാവണനും ശിവഭക്തനാണ്. അങ്ങനെ ആ ദുർവാസാവിന്റെ ഇങ്ങനെയൊക്കെയാ ഓരോ അനുഗ്രഹങ്ങൾ. എന്നാ ഇവിടെ ഇപ്പൊ ദുർവാസാവ് മഹർഷിക്ക് അല്ല അനുഗ്രഹിക്കണം എന്നുണ്ടായത്, പിന്നെയോ ആ സാക്ഷാൽ ദുര്യോധന മഹാരാജാവിന്റെ ആവശ്യപ്രകാരമാണ് സാക്ഷാൽ ദുര്യോധന മഹാരാജാവിന്റെ ആവശ്യപ്രകാരമാണ് ദുര്യോധന മഹാരാജാവിന്റെ ആവശ്യപ്രകാരം ദുർവാസ മഹർഷി ഇവിടെ എത്തിച്ചേർന്നു. അങ്ങനെ ദുർവാസ മഹർഷി പാണ്ഡവത്തെ പ്രാപിച്ച സമയത്തിങ്കൽ പാഞ്ചാലിക്കുണ്ടായ അവസ്ഥ. അങ്ങനെ ഈ ദുർവാസ മഹർഷി ഈ പാണ്ഡവ സമയത്തെ പ്രാപിച്ച സമയം ധർമ്മപുത്രര് പറയുണ്ടായി, മഹർഷി അങ്ങയുടെ ദർശനം തന്നെ സായൂജ്യം, അങ്ങയുടെ ദർശനം തന്നെ സായൂജ്യം. പോയി മധ്യാഹ്ന കൃത്യങ്ങളെ കഴിച്ചിട്ട് വരൂ. മഹർഷികൾക്ക് 3 നേരം മധ്യാഹ്ന കൃത്യങ്ങള്, 3 നേരം സ്നാനം, പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായാഹ്ന സന്ധ്യ, 3 നേരം. അങ്ങനെ ഇരിക്കുന്ന സമയത്തിങ്കൽ മധ്യാഹ്ന തിങ്കത്തിനായിട്ട് ദുർവാസാവ് പോയ സമയം പാഞ്ചാലി, ധർമ്മപുത്രൻ, ഭീമ, അർജുന ഇനി എന്ത് ചെയ്യും? കിംകരണീയം. അവര് വരുമ്പോ ഭക്ഷണം കൊടുക്കണ്ടേ? പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ദുർവാസ മഹർഷി വരുമ്പോ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ദുർവാസ മഹർഷി എടി 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 ദുഷ്ടേ കൊടൂരെ ശപിക്കും. ഭർത്താവ് ഭക്ഷണത്തിന് ക്ഷണിച്ചു, ഭാര്യ ഭക്ഷണം കൊടുക്കുന്നില്ല. എന്താ സ്ഥിതി? അങ്ങനെ ദുർവാസാവ് മഹർഷി വന്ന് പാഞ്ചാലി അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്തിങ്കൽ പാഞ്ചാലി ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ എടി നീയോ കുലസ്ത്രീ, നീയോ പതിവൃത, നീയോ ഗൃഹിണി, അങ്ങനെ ചോദിക്കും. ദുർവാസാവ് പറയും, നീയും നിന്റെ വംശവും ഉന്മൂലനാശം വരട്ടെ. ശപിക്കാൻ ഒരു മടിയില്ല ദുർവാസാവിന്. അങ്ങനെ ദുർവാസ മഹർഷി ശപിച്ച് പാണ്ഡവ സമയത്തെ മുഴുവൻ നശീപിക്കും. അങ്ങനെ നടക്കാതിരിക്കാൻ പാഞ്ചാലി തപ്പദാസാത്ത പുനസ്തമേവ ചരണം മത്വാ ജഗന്നായകം ദുശ്വാസന ദൗഷ്യദൃഷ്ടകരുണ വേഗംബരം ദൈവതം ശൗരേ പരിപാലയേതി ദദം തസ്യ അതിമാത്രമുഹു ജയന്തി ക്ഷണമാത്രമാസ്ത തദുഷേ പ്രാപൽതൃതാത. അങ്ങനെ വീണ്ടും അവനെ തന്നെ ശരണം പ്രാപിക്കാന്ന് വിളിച്ചു. ഒരിക്കൽ വീണ്ടും വീണ്ടും ശരണം പ്രാപിക്കണമെങ്കിൽ ഇതിന് മുമ്പും വിളിച്ചിട്ടുണ്ടാവണല്ലോ. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്തിങ്കൽ പാഞ്ചാലി ഒരിക്കൽ ദുര്യോധനും മാതുലും ശകുനിയുമായിട്ട് പിന്നെ ധർമ്മപുത്രനുമായിട്ട് അക്ഷക്രീഡ ഉണ്ടായി, ചൂതുകളി. എന്തെങ്കിലും ഒന്ന് പണയം വെക്കണം. അങ്ങനെ എല്ലാം പണയം വെക്കും. രാജ്യം പണയം, സിംഹാസനം പണയം, എല്ലാം പണയം പണയം പണയം. അങ്ങനെ എല്ലാം പണയം വെക്കുന്ന സമയത്തിങ്കൽ ദുര്യോധന മഹാരാജാവ് കൽപ്പിക്കുകയുണ്ടായി, ധർമ്മപുത്രൻ ഇനി എന്തുണ്ട് പണയം? വാഗ്വാദനം വെച്ചുള്ള കളിയാണ്, കുലം മുടിപ്പിക്കും. അങ്ങനെ ഈ ഒരിക്കലും ഈ ഭൂമി മലയാളത്തിൽ
ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് ആ കുരുക്ഷേത്ര സഭയിൽ വെച്ചുണ്ടായി. ഒരു സ്ത്രീയെ പണയം വെച്ചു. ആ സഭയിൽ ഒരു സ്ത്രീയെ ആദ്യമായി പണയം വെച്ചു. അങ്ങനെ ആ ദുർവാസാവ് മഹർഷി ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സ്ത്രീയെ പണയം വെച്ചു. അങ്ങനെ ആരവിടെ? ദുശ്വാസന വലിച്ചുകൊണ്ടുപോകാറുള്ളൂ. ആ രാജ്യത്തിനകത്ത് ചെന്ന് ആ കൊട്ടാരത്തിനകത്ത് ചെന്ന് ആ പാഞ്ചാലിയെ വലച്ചഴിച്ച് ആ സഭയിലേക്ക് ദുശ്വാസന എത്തിച്ചു. അപ്പോൾ പാഞ്ചാലി നോക്കുമ്പോഴോ ഇവൻ ദുഷ്ടനാ. ആര്? ദുശ്വാസന. പക്ഷെ ബാക്കി ഇരിക്കുന്നത് എല്ലാം യോഗ്യന്മാരാണ്. യോഗ്യന്മാരുള്ളപ്പോൾ ഒരു സ്ത്രീക്ക് ഒരിക്കലും അപകീർത്തി ഉണ്ടാവില്ല, അവർക്ക് ഒരിക്കലും അപമാനം ഉണ്ടാവില്ല എന്ന് പാഞ്ചാലി നിனைച്ചു. കർണന് ഭീഷ്മര് വേണ്ട, കർണൻ എല്ലാവരും ആ സഭയിൽ നിരന്നിരിപ്പുണ്ട്. അങ്ങനെ ആ ഇത് മനസ്സിലാക്കാതെ ആ പാഞ്ചാലി അവിടെ എത്തിച്ചേർന്ന സമയത്തെങ്കിൽ ആ രാജ്യസഭയിൽ വെച്ച് ആ ദുര്യോധന മഹാരാജാവ് കൽപ്പിക്കുകയുണ്ടായി, ദുശ്വാസന അഴിച്ചു മാറ്റവളുടെ അവകുണ്ഠനം, അവിടെ വസ്ത്രം അഴിച്ചു മാറ്റുക എന്ന് ആ പാഞ്ചാലിക്ക് മുമ്പ് ആ ദുശ്വാസന്റെ അടുത്ത് ആ സഭയിൽ വെച്ച് ആ ദുര്യോധന മഹാരാജാവ് കൽപ്പിക്കുകയുണ്ടായി. അവളുടെ വസ്ത്രം അഴിച്ചു മാറ്റുക. അവളുടെ വസ്ത്രത്തിൽ കയറി പിടിച്ച സമയത്തെങ്കിൽ ആ ഭീമൻ ചാടി വീണു ഗതയുമായി. അപ്പോൾ ഉടനെ ആ ദുര്യോധന മഹാരാജാവ് അഴിച്ചു മാറി നിൽക്കടാന്ന് പറഞ്ഞു. അങ്ങനെ ആ ദുര്യോധനൻ വസ്ത്രം അഴിച്ചു മാറ്റാൻ വേണ്ടി കൽപ്പിച്ച സമയത്തെങ്കിൽ ആ പാഞ്ചാലി ദുശ്വാസന ദൗഷ്ട്യദുഷ്ടകരുണ വേദംബരം ദൈവതം ആ ശൗരേ പരിപാലയേ സിതദം തസ്യാതിമാത്രമുഹു ജയന്തി ക്ഷണമാത്രമാസ്ത. ക്ഷണം നേരം കൊണ്ട് ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ പാഞ്ചാലിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പാഞ്ചാലിയുടെ കയ്യില് ഒരു ദിവസം ആ പാഞ്ചാലിയുടെ വസ്ത്രം വലിച്ചു കയറി കൃഷ്ണന്റെ കൈ മുറിഞ്ഞ സമയത്തെങ്കിൽ പാഞ്ചാലി കെട്ടിക്കൊടുത്തു. പാഞ്ചാലി രാജകുമാരിയാണ്. രാജകുമാരിയുടെ വസ്ത്രമാണ് വലിച്ചു കയറി കെട്ടിക്കൊടുത്തത്. ആ സ്മരണയിൽ കൃഷ്ണൻ പാഞ്ചാലിക്ക് ഇപ്പോൾ വസ്ത്രം കൊടുത്ത് സഹായിച്ചു. ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ പാഞ്ചാലിക്ക് വസ്ത്രം കൊടുത്ത് സഹായിച്ച കൃഷ്ണൻ വീണ്ടും പാഞ്ചാലി വിളിച്ചു. അപ്പോൾ ആ ക്ഷണനേരം കൊണ്ട് തന്നെ വീണ്ടും കൃഷ്ണൻ ആഗതനായി. കൃഷ്ണൻ വന്നിട്ട് പാഞ്ചാലി എനിക്ക് ഭക്ഷണം തരൂ. എൻ്റെ ദൈവമേ, ഞാനേ ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുക, ഈ കൃഷ്ണൻ എൻ്റെ അടുത്ത് ഭക്ഷണം ചോദിക്കുന്നല്ലോ എന്ന് പാഞ്ചാലി. പാഞ്ചാലി ഭക്ഷണം കൊടുക്കാൻ കൃഷ്ണനെ പോലും സാധിക്കാതെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഉടനെ കൃഷ്ണൻ പറഞ്ഞു, എടി കള്ളി, നിന്റെ പാത്രത്തിൽ ഭക്ഷണം ഉണ്ട്. ഇല്ല കൃഷ്ണ, ഞാൻ പാത്രം കമഴ്ത്തി മലത്തി എന്ന് പാഞ്ചാലി കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞു. നീ പാത്രം എടുത്തിട്ട് വരുമെന്ന് കൃഷ്ണൻ. പാത്രം എടുത്ത് കൃഷ്ണന് നേരെ നീട്ടി. കൃഷ്ണൻ തിരുനാവൽ കൊണ്ട് തൊട്ട് കയ്യിലെടുത്ത് ഒരു ചീരയിലെ കഷ്ണം എടുത്ത് തിരുനാവിൽ വെച്ചു. കുറേശ്ശെ വെള്ളം കൂടി കുടിച്ചു. എന്നിട്ട് പാഞ്ചാലി, നിന്റെ ഭക്ഷണം അതികൃത്യമായിരിക്കുന്നു, സ്വാദുള്ളത്, 1000 വർഷത്തേക്കുള്ള കഴിച്ച സുഖം. അങ്ങനെ ഉടനെ കൃഷ്ണൻ പറഞ്ഞു, പാഞ്ചാലി ഉടനെ തന്നെ ചെന്ന് ദുർവാസാവിനെ മഹർഷിയെ വിളിച്ചാലും അവിടെ സ്നാനം കഴിഞ്ഞ് നിൽക്കുന്ന ദുർവാസാവ് മഹർഷി ഭക്ഷണം കഴിച്ച സുഖം, നല്ല പായസം കൂട്ടി കഴിച്ച സുഖം. ദുർവാസാവ് മഹർഷി വയറ് നിറഞ്ഞ് തൃപ്തനായി പാണ്ഡവരെ അനുഗ്രഹിച്ച് തിരിച്ചു പോയി. എന്താ ഇപ്പൊ പെട്ടെന്ന് ഭക്ഷണത്തിനോടുള്ള
ആ ഒരു ഇത് മാറായത് എന്ന് നനച്ച ദുർവാസാവ് ആ ജ്ഞാനദൃഷ്ടിയിലൂടെ ആ ദുര്യോധനന്റെ പദ്ധതി മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയ ദുർവാസാ മഹർഷി ഉടനെ തന്നെ ദുര്യോധനൻ നാശം വരട്ടെ എന്ന് ശപിച്ചു. കളമേവുരവക്കളായ കമലാചുംബിതലംബിതോലംബടോദ്യരമ്യ അതിവോ ദൈവ വാരവിന്ദ മധ്യേ ധവലാംബിതി രവതീ കിശോര.